മാതാക്കളാണ് പരമേശ്വരനും ഉമാദേവിയും. ആദർശ ദമ്പതിമാരുമാണ്. സനാതന ധർമ്മത്തിൽ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ശരി, വിവാഹ സമയത്ത് ഉമാമഹേശ്വരന്മാരെയാണ് ആദർശമായിട്ട് കണക്കാക്കുന്നത്. ആ ഉമാമഹേശ്വര സംവാദമായിട്ടാണ് രാമായണം നമ്മളിവിടെ ഇപ്പോൾ പാരായണം ചെയ്തത്. അത്ഭുതം തന്നെ, വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും പാരായണം ചെയ്തു. ആ സാത്വികമായ പാരായണം കിട്ടിയത് വളരെ ഭാഗ്യം. ഇവിടെ ഇരിക്കുന്നവരും അതുപോലെ പാരായണം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. വേണമെന്നിപ്പോൾ അറിയാത്തവർക്ക് ആഗ്രഹം കൂടി തോന്നിക്കാണും. നല്ലൊരു പ്രചോദനമാണ് ഇവിടെ ഉണ്ടായത്. അത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പുരാണങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നത് നാരദ ഭക്തി സൂത്രവും ഗായത്രി മന്ത്രവും കൊണ്ടാണ്. ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവാണ്, അമ്മയാണ്. ധീമഹി, ബുദ്ധിയെ പ്രചോദിപ്പിക്കുക. ഏത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് ബുദ്ധിയും വിവേകവും ആവശ്യമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് എല്ലാവർക്കും അറിയാനും സാധിക്കുന്നുണ്ട്. ഭൂർഭുവസ്വ, 3 ലോകത്ത് മനുഷ്യൻ 3 ലോകമായിട്ടേ ബന്ധമുള്ളൂ. ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം. ഈ 3 ലോകത്തിൽ നമുക്ക് സമാധാനവും സർവ്വവിജയവും സന്തോഷവും തരുന്നതിന് ഗായത്രി മന്ത്രം നമ്മെ സഹായിക്കുന്നുള്ളതാണ്. നാരദ ഭക്തി സൂത്രബോധന. ഏത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിനാണ് പ്രാധാന്യം. ഇവിടെ സൂര്യവംശത്തിൽ അവതാരമെടുത്തതായ നിരൂപനം, നിർഗുണനം, നിരാകാരണം, നിർവികാരണമായിട്ടുള്ള അന്തര്യാമിയും സർവ്വവ്യാപിയുമായ ഭഗവാൻ രൂപമെടുക്കുമ്പോൾ ആർക്ക് വേണ്ടി രൂപമെടുക്കുന്നു? ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഭക്തനെ പറയുന്നത് അധോക്ഷജൻ എന്നാണ്. എപ്പോഴും താഴേക്കാണ് ഭഗവാന്റെ നോട്ടം. നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഭഗവാൻ താഴേക്കാണ്. തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുക, അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ശ്രദ്ധയും ഉത്തരവാദിത്വവും. അതിനു വേണ്ടിയിട്ടാണ് സാധാരണ ജനങ്ങളിൽ കൂടി അധർമ്മം, ദുഷ്ടത ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ലെങ്കിൽ ഭക്തജനങ്ങളിൽ കൂടിയും, അവരെ കൊണ്ടും സാധിച്ചില്ല എങ്കിൽ ഗുരുക്കന്മാരെ കൊണ്ടും ആചാര്യന്മാരെ കൊണ്ട് ശ്രമിച്ചിട്ടും എന്നിട്ടും സാധിച്ചില്ല എങ്കിൽ ഭരണകർത്താക്കളെ കൊണ്ട് ഭഗവാൻ ശ്രമിക്കും. ഭരണകർത്താക്കൾ എപ്പോഴാണോ അധർമ്മികളായിട്ട് മാറുന്നത്, തലകീഴായിട്ട് ഭരണം വരുന്നത്, അന്ന് ഭഗവാൻ അവതരിക്കുന്നവർ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭരണകർത്താക്കളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഒരു അവതാരത്തിൻ്റെ സമയം ഇനി ആയിട്ടില്ല. ബ്രഹ്മദേവന് 50 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാലം കാത്തിരിക്കേണ്ടിയിരുന്നു. വടി ഒടിച്ചു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതില്ലാതിരിക്കാനായിട്ട് രാമായണം എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ പ്രാധാന്യം കൂടുതലായിട്ടുള്ളത്? കർക്കടകമാണ്. കഹ കടകം, എങ്ങോട്ടാണ് തിരിച്ചത്? ഉത്തരായണം, ദക്ഷിണായനം. ആ ദക്ഷിണായനത്തിലേക്ക് തിരിയുമ്പോൾ പ്രതികൂല സാഹചര്യമാണ്. ഉത്തരായണത്തിൽ ഭഗവാൻ മഹാലക്ഷ്മിയോടുകൂടി ഇറങ്ങി നടക്കുകയാണ്, വൈശാഖത്തെ പ്രത്യേകിച്ചും ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട്. എന്നാൽ ദക്ഷിണായനം വരുമ്പോഴേക്കും കർക്കിടക മാസത്തിലാണ് ദക്ഷിണായനം തുടങ്ങുന്നത്. പ്രതികൂല സാഹചര്യം വരുന്നു. ഈ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കിയെടുത്ത് ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ കൂടുതൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നു. കൊച്ചുകുട്ടികൾ എങ്ങനെയാണോ അച്ഛനമ്മമാരെ വീണ്ടും വീണ്ടും ആശ്രയിച്ച് കാര്യം നേടുന്നത്, അതേപോലെ തന്നെ ഭക്തജനങ്ങളായ നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഭഗവാനെ ആശ്രയിച്ച് കാര്യസാധ്യത്തിന് നോക്കുന്നു. കാര്യസാധ്യത്തിന് മാത്രമല്ല സർവ്വവിജയവും. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ഈശ്വരാധീനമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം സാധിക്കുകയുള്ളൂ. ഇവിടെ ബിസിനസ് ആണെങ്കിലും ശരി, മറ്റേത് ജോലികളാണ് ശരി, എങ്ങനെയുള്ള ജോലി മുറ്റമടിക്കുന്നതാണെങ്കിലും പാത്രം തേക്കുന്നതാണെങ്കിലും പൂജ കഴിക്കുന്നതാണെങ്കിലും ആചാര്യസ്ഥാനത്താണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും വ്യാപാരമാണെങ്കിലും ഏത് ചെയ്തു എന്നല്ല ഭഗവാൻ നോക്കുന്നത്, ഏത് മനസ്സോടുകൂടി ചെയ്തു. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് ചെയ്യുക, അത് പൂർണ്ണമായിട്ട് ചെയ്യുക, ലാഭനഷ്ടങ്ങൾ നോക്കാതെ. നേരത്തെ പറഞ്ഞു വിധിച്ചൊരീ വേല നമുക്ക് ചെയ്യാം, വിശ്വേശ്വരൻ വേതനമേകും. താൽക്കാലം നമുക്ക് കയ്യിൽ കിട്ടുന്നതായ പണം മാത്രമല്ല അതിൻ്റെ കൂലി എന്ന് പറയുന്നത്. ഭഗവാൻ കൂടി അനുകൂലമായിട്ട് നിന്നാൽ മാത്രമേ സർവ്വവിജയം ഉണ്ടാകുകയുള്ളൂ. ആ രീതിയിൽ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരാധീനമായിട്ട് ചെയ്യുക. പിന്നെ ശ്രേയോ മാർഗം, പ്രയോ മാർഗം എന്നൊക്കെ പറയും. പ്രയോ മാർഗം എന്ന് പറഞ്ഞാൽ ജീവിത സംബന്ധിയായി നമുക്ക് ജീവിതത്തിൽ ജനിക്കുമ്പോൾ മരിക്കുന്നതുവരെ ചെയ്യേണ്ടതായ കർമ്മങ്ങളെയാണ് പ്രയോമാർഗം എന്ന് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അതിനെ നമ്മൾ ശ്രേയോമാർഗമാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി മുഴുവൻ തന്നെ ശ്രേയോമാർഗമായിട്ട് മാറിയിരിക്കുന്നു. കാരണം ഈശ്വരാധീനമായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വര വിചാരത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം നമ്മുടെ ഐശ്വര്യത്തിനും ശ്രേയസ്സിനും ആത്മീയമായ ഉന്നതിക്കും ഭഗവാനുമായിട്ട് അടുക്കാനും ആ കർമ്മം നമ്മളെ സഹായിക്കുന്നു. ഈ കർമ്മം എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പരമമായ ഒരു സത്യം കൂടി പറയാം. മനുഷ്യജന്മം കിട്ടുന്നത് എപ്പോഴാണ്? അനേകം ജന്മങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടേ ഒരു മനുഷ്യജന്മം കിട്ടുന്നുള്ളൂ.
ഈ മനുഷ്യജന്മം കിട്ടുന്നത് എപ്പോഴാണോ പാപവും പുണ്യവും തുല്യമാകുന്നത്. ഒരു ത്രാസ് എടുത്തു വെച്ചാൽ ഒരു തട്ടിൽ പാപവും ഒരു തട്ടിൽ പുണ്യവും വെച്ച് കഴിഞ്ഞാൽ തുല്യമായി സൂചി നേരെ നിൽക്കുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുക. ആ മനുഷ്യജന്മം കിട്ടുന്നതാണെങ്കിലോ നമ്മുടെ പൂർവ്വജന്മകൃതമായ കർമ്മങ്ങൾ നല്ലത് ചെയ്താൽ പുണ്യവും മോശം ചെയ്താൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചെയ്താൽ പാപവും, ഈ രണ്ട് പാപങ്ങളും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് തുല്യമായപ്പോഴാണ് മനുഷ്യജന്മം. ഇത് രണ്ടും അനുഭവിച്ചേ തീരൂ. അത് സുഖദുഃഖങ്ങളായിട്ട് ദാരിദ്ര്യമായിട്ട് ഏതെല്ലാം വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ചെയ്ത ദുരിതത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. ഒരാളും നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണമല്ല, നമ്മൾ തന്നെയാണ് കാരണം. അപ്പോൾ നമ്മൾ സുഖിക്കും തോറും നമ്മുടെ പുണ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ദുഃഖിക്കും തോറും വിഷമം വരും തോറും നമ്മുടെ പാപം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇത് രണ്ടും നമ്മൾ അനുഭവിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും പുരാണ പാരായണവുമെല്ലാം? മനോബലം കിട്ടുന്നതിന് വേണ്ടിയാണ്. ദുഃഖത്തെയും സുഖത്തെയും അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ലാഘവത്വം ഉണ്ടാകുന്നതിനും മനസ്സിന് ബലമുണ്ടാകുന്നതിനും വേണ്ടിയാണ് പ്രാർത്ഥനകളെല്ലാം വരുന്നത്. നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിനും ഉന്മത്തനായ അഹങ്കാരം കൊണ്ട് നശിക്കാതിരിക്കുന്നതിനും അഹംഭാവിയാകാതിരിക്കുന്നതിനും സഹായിക്കുന്നു നാമജപവും പ്രാർത്ഥനകളും. ശ്രീമദ് ഭഗവത്ഗീത പറയുന്ന അർജുന വിഷാദ യോഗം. അർജുനന് വിഷാദം വന്നപ്പോൾ അർജുനൻ ഭഗവാനെ ആശ്രയിച്ചു. അർജുനൻ്റെ വിഷാദം യോഗമായിട്ട് മാറി. നമ്മളോ വിഷാദം വരുന്ന സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തുകയും സ്വയം നിരാശപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ രോഗിയായിട്ടോ ആത്മഹത്യയിലേക്കോ മരണത്തിലേക്കോ നമ്മൾ മാറിയേക്കാം. ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ധർമ്മസങ്കടത്തിൽപ്പെടുമ്പോൾ ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ള മഹത്തത്വമാണ് വരുന്നത്. ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാലോ, സുഖവും ദുഃഖവും കൊണ്ടും മുഴുവൻ അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? പുതിയത് ഉണ്ടാക്കാതിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യമാണെങ്കിൽ നല്ല കിട്ടും, അല്ലെങ്കിൽ പാപമാണെങ്കിൽ കിട്ടും. നല്ലതിന് പുണ്യം, മോശമായതിന് പാപം കിട്ടും. അതില്ലാതിരിക്കാൻ ഈശ്വരാർപ്പണമായി, ഇത് ഈശ്വര നിയോഗമാണ്. ഇന്ന് ഇവിടെ വന്നിരുന്ന് ഇത്രയും പ്രായമുള്ള ഞാൻ ഇവിടെ വന്നിരുന്ന് ഇത് പറയണമെന്ന് നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുന്നതാണ് ഭഗവാൻ. അല്ലെങ്കിൽ ഇത്രയും ബന്ധപ്പെട്ട് ഞാനിവിടെ വരേണ്ട കാര്യമില്ല. ഇത് പറയണമെന്ന് തീരുമാനിച്ചു വെച്ച് ഇത് ഈശ്വര നിയോഗമാണെന്ന് വിചാരിച്ച് ഏത് കർമ്മം ചെയ്യുമ്പോഴും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പരിപൂർണമായി ആരെയും കാണിക്കാനല്ലാതെ ലാഭനഷ്ടം നോക്കാതെ കണ്ട്, ലാഭനഷ്ടം അത് വന്നുകൊള്ളും, താനേ വന്നുകൊള്ളും, നമ്മൾ ചോദിച്ചു മേടിക്കേണ്ട ആവശ്യമില്ല. ദുഃഖം നമ്മൾ ചോദിച്ചു മേടിക്കാറില്ല. സുഖത്തിന് വേണ്ടി തേടി തേടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ചിലപ്പോൾ ദുഃഖമായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ലാഭനഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ അത് ആത്മാർത്ഥമായിട്ട് വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ തീരുമാനിച്ചുകൊള്ളും. യോഗക്ഷേമം വഹാമ്യഹം. നീ എന്നെ ആശ്രയിച്ചാൽ, നീ എൻ്റെ ഭക്തനാണെങ്കിൽ നിൻ്റെ ക്ഷേമം നോക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അത് ഞാൻ നോക്കിക്കൊള്ളാം, നിൻ്റെ ഉത്തരവാദിത്വമല്ല. നമ്മൾ ചുമതല എടുത്തു കഴിഞ്ഞാലോ അത് നടക്കില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു തെങ്ങ് കയറാൻ കടക്കനെ വിളിച്ചു വിചാരിക്കുക. ആ കണക്കൻ തെങ്ങുമ്പോൾ കയറിയപ്പോൾ വീണു താഴേക്ക്. നമുക്ക് എന്ത് വേണ്ടി വരും? അയാളെ ആസ്പത്രി കൊണ്ടുപോകേണ്ടി വരും. ആസ്പത്രിയിൽ നിന്ന് വരുന്നത് വരെ അയാളുടെ വീട്ടിലെ കാര്യം വരെ ചിലപ്പോൾ നോക്കേണ്ടതായിട്ട് വരും. അതേ കണക്കൻ തന്നെ രാത്രിയിൽ നമ്മുടെ തെങ്ങിൽ കട്ട് കയറുകയാണെങ്കിലും അയാൾ താഴെ വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടോ എന്ന് 4 കുളം നോക്കി നിരകിയാണെങ്കിലും പൊക്കോളും. അപ്പം ആദ്യം എന്താ ഉണ്ടായത്? നമ്മൾ ഞാൻ ചെയ്തു, ഞാൻ വിളിച്ചു കൊണ്ടുവന്നു, ആ ഞാൻ ചെയ്തു എന്നുള്ള കർമ്മം വന്നതുകൊണ്ടാണ് ഉത്തരവാദിത്വം എന്ന്. അവിടെ കർമ്മം ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ ഇത് ചെയ്യാൻ എൻ്റെ ഈശ്വര നിയോഗമാണ്, അത് ഞാൻ വേണ്ടുപോലെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ പാപവും പുണ്യവും നമ്മളെ ബാധിക്കുകയില്ല. അത് ഭഗവാൻ ഏറ്റത്. അപ്പോൾ കൊണ്ടുവന്നത് അനുഭവിച്ചു തീർന്നു, പുതിയത് ഉണ്ടാക്കാതിരിക്കുക. പിന്നെ മനസ്സ് ശുദ്ധമാകണം എന്ന് പറയുമ്പോഴത്തേക്കും അസൂയ, മാത്സര്യം തുടങ്ങിയ ഭാഗങ്ങൾ, സ്വാർത്ഥത ഇതെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ഈശ്വര വിചാരം കൂടി മനസ്സിൽ വന്നാൽ നമ്മുടെ ജീവിതം വളരെ സുരക്ഷിതത്വമായിരിക്കും. വിചാരിച്ചിരിക്കാത്ത ആഹ്ലാദവും പരമാനന്ദവും അനുഭവമായിരിക്കും നമുക്കുണ്ടാകുക. ഇതെല്ലാം രാമായണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ശ്രീരാമദേവൻ എല്ലാ കർമ്മങ്ങളും സ്വധർമ്മം ആചരിച്ചു. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമൻ ചെയ്തപ്പോൾ വിദ്യാഭ്യാസ കാലം കൊണ്ട് തൻ്റെ ദേവകടം, 3 കടമാണ് നമുക്കുള്ളത്. ദേവകടം, ഋഷികടം, പിതൃകടം. ഇതിൽ ശ്രീരാമദേവൻ മാത്രമല്ല, ആരും വിദ്യാഭ്യാസ കാലത്ത് ഈശ്വര സംബന്ധമായിട്ടുള്ളതും അറിയേണ്ടതായ കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് അവിടെ ദേവകടം തീരുന്നു. പിന്നീട് വിശ്വാമിത്രനോടുകൂടി വനത്തിൽ പോയപ്പോൾ യാഗരക്ഷാദികൾ ചെയ്തപ്പോൾ അവിടെ
ഋഷി കടന്നിരുന്നിരിക്കുന്നു. പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിൽ വന്നപ്പോൾ പിതൃ കടന്നിരുന്നിരിക്കുന്നു. ഒരു സന്താനം ഉണ്ടാകുന്നത് വരെ ഉത്തരവാദിത്വമാണ്. അടുത്ത തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആ ഒരു സമയം കഴിയുന്ന അവരെ ശാരീരികമായ ബന്ധത്തെക്കാൾ ആത്മീയമായ ബന്ധത്തിലേക്ക് മാറുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവർ ജീവിക്കുന്ന അവസ്ഥയാണ്. അച്ഛനമ്മമാർ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിലേക്കായിരിക്കും ശ്രദ്ധ. പക്ഷെ അവരെ നോക്കാൻ വേണ്ടി അമിതമായ ധനത്തിന് വേണ്ടി ഓടി നടക്കാൻ പാടില്ല. ധർമ്മത്തിൽ അനുസരണം ഉണ്ടാകാൻ പാടില്ല. കബീർദാസ് പറയുന്നുണ്ട്, പാനി ബാഠേ നാവുമയും ഘർമ്മയും ബാഠേദാം ദോനോ ഹാത്ത് ലീജിയെ യഹി സജ്ജന പോക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ വെള്ളത്തിൽ കൂടി ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ വള്ളത്തിൽ ചെറിയ സുഷിരമുണ്ടെങ്കിൽ, അതായത് അധർമ്മം എവിടെയെങ്കിലും പതിയിരിക്കുന്നുണ്ടെങ്കിൽ, സുഷിരമുണ്ടെങ്കിൽ ധാരാളം വെള്ളം വള്ളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സംഭ്രമിച്ച് രണ്ട് കൈ കൊണ്ടും മുക്കി മുക്കി അത് തിരിച്ച് നദിയിലേക്ക് തന്നെ ഒഴിക്കുന്നത് പോലെ നമ്മുടെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൈവശം അമിതമായ ധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എവിടെയോ അധർമ്മം, അരുതാത്ത പണം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ദാനധർമാദികൾക്കും സൽക്കർമ്മങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുകയും ബാക്കിയുള്ളത് ധർമ്മമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ആക്ഷേപിതരായിത്തീരാം, മറ്റുള്ള മുമ്പിൽ തല ഉയർത്താൻ പറ്റാത്ത അവസ്ഥ വരാം. ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യം രാജ്യത്തിലുള്ളത് കണ്ടും കേട്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാകാതെ വളരെ തത്വമായിട്ട് ഈശ്വരവിചാരമായിട്ട് മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് രാമായണ കഥയിലുണ്ടാകുന്നത്. ആ 3 കടകളും തീർത്തിരിക്കുന്നു ശ്രീരാമദേവൻ എന്ന് പറയുന്നു. പിന്നെ കൂടാതെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആ ഒരു രക്തനാണ് ഉദയ സൂര്യൻ, രക്തൻ അസ്തമയത്തിലും സമ്പത്തിലും ക്ഷതിയിലും മഹാന്മാരൊരു പോലെയാണ്. അതായിരുന്നു ശ്രീരാമചന്ദ്രൻ. രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചൊന്നുമില്ല. എൻ്റെ അനുജന്മാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, എനിക്ക് മാത്രമായിട്ട് വേണ്ട എന്നാണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞത്. രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമിതമായി ആനന്ദിച്ചുമില്ല. രാജ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ നിരാശയിലേക്കും പോയില്ല. കൈകേയിയോട് വളരെ സന്തോഷമായിരുന്നു ശ്രീരാമചന്ദ്രൻ. കാരണം തൻ്റെ അവതാര കർത്തവ്യത്തിന് സഹായിച്ചവളാണ് കൗസല്യല്ല, കൈകേയിയാണ് സഹായിച്ചത്. കൈകേയി അന്ന് രാജാവാകാൻ തടസ്സം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ധർമ്മം രക്ഷിക്കാൻ, അവതാര കർത്തവ്യം നിർവഹിക്കാനായിട്ട് ശ്രീരാമചന്ദ്രന് സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഓരോ രീതിയിലും ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് കാരണങ്ങളുണ്ട്. രാമായണത്തിൽ മറ്റുള്ളവർക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം, രാമനെ എങ്ങനെയാണ് മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. 7 മാസം ഗർഭിണിയായ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ച ശ്രീരാമചന്ദ്രനാണോ മര്യാദാ പുരുഷോത്തമൻ എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്തത്? 7 മാസമാകുമ്പോഴേക്കും അവിടെ കുട്ടിക്ക് ജീവൻ വരുന്നു. ജീവൻ വന്ന് അടുത്ത തലമുറ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത്. 7 മാസമായിക്കഴിഞ്ഞാൽ ആ സ്ത്രീയെ, അമ്മയെ അങ്ങേറ്റം ആദരിക്കണം. ക്ഷേത്രത്തിൽ 7 മാസം കഴിഞ്ഞാൽ സ്ത്രീകൾ പോകണ്ട എന്ന് പറയുന്നത് അശുദ്ധി കൊണ്ടല്ല. ഈ ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ഗർഭിണിയായ ഒരു അമ്മ അകത്തേക്ക് ചെല്ലുമ്പോൾ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ ഭഗവാനും പെൺകുട്ടിയാണെങ്കിൽ ദേവിയായും കണക്കാക്കണം. ഇപ്പം ദേവിയോടും കൂടി ചെല്ലുന്നതായ, ദേവനോടുകൂടി ചെല്ലുന്നതായ ആ അമ്മയെ കണ്ടാൽ പ്രതിഷ്ഠ പോലും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദേവൻ പോലും എഴുന്നേൽത്ത് ആദരിക്കണം എന്നാണ് പറയുന്നത്. അത്രമാത്രം ആദരണീയാണ് അമ്മ എന്ന് പറയുന്നത്. ധർമ്മപത്നി അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും തൻ്റെ ഭാര്യ വലതുവശത്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിവിധ സ്ഥലത്തു നിന്ന് വന്നവരായിരിക്കും, വിവിധ അഭിപ്രായം ഉണ്ടായിരിക്കും, എങ്കിൽ കൂടിയും ഒരേ ലക്ഷ്യത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ടായി സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. സീതാദേവിയെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പോലും ശ്രീരാമചന്ദ്രൻ ഏകപത്നി വ്രതനായിരുന്നു. സീതാദേവി ഒരിക്കൽ ശ്രീരാമദേവൻ്റെ പാദങ്ങൾ തലോടിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരിവെച്ചു. ഭഗവാൻ ഊരിവെച്ചു എന്നാണ് 7 കല്ലുകളുള്ള മോതിരമാണ്. നവരത്നങ്ങളാണ് സീതാദേവി ധരിച്ചിരുന്നത്. എന്താ സീതാദേവി ഇത് ഊരിവെച്ചെന്ന് ചോദിച്ചപ്പോൾ ആ അഹല്യയെ ചെന്ന് സ്പർശിച്ചപ്പോൾ അവിടെ ജീവൻ വെച്ചില്ലേ. അതേപോലെ ഈ 9 കല്ലുകളും ജീവൻ വെച്ചാൽ ഞാനത് സഹിക്കില്ല, അത് അവിടത്തെ ആയിത്തീരുമല്ലോ. അന്ന് ഭഗവാൻ സത്യം ചെയ്തു, ഞാൻ ഏകപത്നി വ്രതനായിരിക്കും സത്യം ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ എല്ലാ തരത്തിലുമായിരുന്നു ആ സീതാദേവിയെ 7-ാം മാസത്തിൽ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? ഇപ്പം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിരിക്കുന്നു, പിന്നെ രാജധർമ്മമാണ് പാലിക്കാനുള്ളത്. ക്ഷത്രിയനായ ശ്രീരാമചന്ദ്രന് രാജധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ ധനം വരുത്തേണ്ടതായിട്ടും
ധനം ധാരാളം വേണം, അത് കുടുംബത്തിലേക്ക് ഉപയോഗിക്കണം, പിന്നെയും ആവശ്യങ്ങൾ വരും. ആ ശ്രദ്ധ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും തന്നെയല്ല, താൻ അവതാര പുരുഷനായതുകൊണ്ട് രാജ്യം തരാമെന്ന് പറഞ്ഞപ്പോഴും തരില്ല എന്ന് പറഞ്ഞപ്പോഴും സമചിത്തത കൈവരിക്കാൻ സാധിച്ചു, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചു. എന്നാൽ തൻ്റെ മക്കൾ അവതാര പുരുഷന്മാരല്ല, അവർക്ക് സമചിത്തത കിട്ടണമെങ്കിൽ സത്സംഗം കൂടിയേ തീരൂ. നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും കുറവുകൾ തീരുന്നതായിട്ട് സത്സംഗം വളരെ ആവശ്യമാണ്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞതിന് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ രീതിയിൽ നമ്മുടെ എല്ലാ ജീവിത വിഷമങ്ങളെയും സത്സംഗം കൊണ്ട് മറികടക്കാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുമ്പോൾ എൻ്റെ ദുഃഖം അത് ഏറ്റവും ചെറുതാണെന്ന് പറയും. മറ്റുള്ളവരുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കാനുള്ള സന്മനസ്സും കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ആ സത്സംഗം കൂടി ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ വാൽമീകിയുടെ ആശ്രമ പ്രാന്തങ്ങളിൽ സീതാദേവിയെ കൊണ്ടുവന്ന് വിട്ടതും പിന്നീട് സീതാദേവി ലവകുശന്മാരുണ്ടായി കഴിഞ്ഞപ്പോൾ ശത്രുഘ്നന്റെ രാജ്യത്തിലാണ് വാൽമീകിയുടെ ആശ്രമം. ശ്രീരാമദേവൻ ഒരു പ്രജയെ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത് അതേപോലെ സീതാദേവിയെയും മക്കളെയും ശ്രദ്ധിച്ചിരുന്നു. ശത്രുഘ്നനോട് നാമകരണം ചെയ്യുകയും വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ കുടുംബ ബന്ധത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുത്തത്. ഇവിടെ ത്യാഗത്തിൻ്റെ മഹിമയാണ്. രാമായണം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാറ്റൊരുക്കുന്ന മഹാസന്ദേശങ്ങളാണ് വരുന്നത്. തനിക്ക് പ്രിയപ്പെട്ടത് എന്താണോ നമ്മൾ ഉപേക്ഷിക്കുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ശ്രീരാമദേവന് സീതാദേവി ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. ആ സീതാദേവിയെ ഉപേക്ഷിക്കാൻ, രാജ്യത്തിന് വേണ്ടി തൻ്റെ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി അത് മാറ്റിവിടാൻ പോലും മടിയുണ്ടായില്ല. അങ്ങനെ ത്യാഗസന്നദ്ധതയായിരുന്നു. അതുപോലെ ഭരതനാണെങ്കിലും അങ്ങനെ തന്നെ. ആ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ. തമ്മിലുള്ള സഹോദര സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠത കാര്യങ്ങൾ. സമയം തീരാറായി പറഞ്ഞോളണം. ആ രീതിയിലാണ് രാമായണത്തിലെ കഥ ഓരോന്നായിട്ട് പോകുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും ശ്രീരാമചന്ദ്രൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തക്കതായ കാരണങ്ങളുണ്ട്. കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാവുകയില്ല. അതെന്താണെന്ന് തേടി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഉമാമഹേശ്വര സംവാദം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഭക്തനായ ഹനുമാനെ വിളിച്ച് സീതാദേവി രാമതത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ഭാഗത്തിരിക്കുന്നത്. ഉമാമഹേശ്വര സംവാദം നമ്മൾ വായിക്കാൻ കാരണം സനാതന ധർമ്മത്തിൻ്റെ ആണിക്കല്ലാണ് ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സുദൃഢത, പരസ്പര ബഹുമാനം, സ്നേഹം. അതാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ നമ്മൾ പാരായണം ചെയ്ത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അത്യാവശ്യം കാര്യങ്ങൾ ബാലാണ്ടത്തെ നമ്മൾ അങ്ങോട്ട് നീങ്ങുന്നു. ശ്രീരാമ കളികൾ, ഗുരുനാഥൻ ഏറ്റവും പ്രധാനമാണത്. ഗുരുവോരനുഗ്രഹേണ ഇവ ഭുവൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് എവിടെ എന്ത് വിഷമം വന്നാലും അതിനെ തരണം ചെയ്യാനും വിജയിക്കാനും നമുക്ക് സാധിക്കുന്നു. അത് തന്നെയാണ് വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമദേവനെ രാമ ഇതങ്ങനെയാണ്, നീ അവതാര പുരുഷനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതും വസിഷ്ഠ മഹർഷിയാണ്. ഓരോന്നും കാണിച്ചു കൊടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ അവതാര കർത്തവ്യം നിർവഹിക്കാനായിട്ട് സമർത്ഥനാക്കിയതും വസിഷ്ഠ മഹർഷിയാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. ഗുരു ഗോവിന്ദ ദോഖടെ കാക്കേ ലഘുപ്പായ് ബലിഹാരി ഗുരുവാപ്പണി ജിന ഗോവിന്ദ ദിയോഗജായ്. ഗുരുവും ഈശ്വരനും ഒപ്പം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ആരെ നമസ്കരിക്കണം? ഗുരുവിനെ നമസ്കരിക്കണം. കാരണം ഈശ്വരനെ മനസ്സിലാക്കി തന്ന ആളാണ് ഗുരു. ആ ഗുരുവിൻ്റെ മഹിമ. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തിൽ ഗുരുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളതും. ആ ഗുരുത്വത്തോടു കൂടി ചെയ്യുന്നവർക്ക് സർവ്വവിജയങ്ങളുണ്ടാകും. ഇവിടെ എനിക്ക് വളരെ സന്തോഷവും അത്ഭുതവും. എല്ലാവർക്കും ആ മുതിർന്നവരോടുള്ള ആ ശ്രദ്ധയും പ്രാധാന്യവും അച്ഛനമ്മമാരോടുള്ള ശ്രദ്ധയും ഇതെല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്നുള്ളത് രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്നത് ഞാൻ പറയാം.